श्रीशुक उवाच अथ सर्वगुणोपेतकालः परमशोभनः यर्ह्येवाजनजन्मक्षं शान्दर्क्षग्रहतारकं दिशप्रसेदुर्गगनं निर्मलोडुगणोदयं महीमङ्गलभूयिष्ठपुरग्रामं रजाकरा नद्यप्रसन्नसलिला ह्रदा जलरुहश्रिया द्विजालिकुलसन्नादस्तबकावनराजयां ववौ वायुस्सुखस्पर्श पुण्यगन्धवः शुचि अग्नयश्च द्विजादीनां शान्तास्तत्र समिन्थताम् मनांस्यासन् प्रसन्नानि साधूनामसुरद्रुहं जायमाने जने तस्मिन् नेदुर्दुन्दुभयो दिवि जगुः किन्नरगन्धर्वा तुष्टुवुश्चित्तचारणा विद्याधर्यश्च ननृतु अप्सरोभिः समं तदा मुमुचुर्मुनयो देवा सुमनांसि मुदान्विता मन्दं मन्दं जलधरा जगर्जुरनुसागरम् निशीथे तमवुल्भूते जायमाने जनार्दने देवक्यां देवरूपिण्यां विष्णुः सर्वगुहाशया आविरासे यथा प्राच्यां दिशीन्दुरिव पुष्कला सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द तमल्पुतं बालकम् अम्बुजेक्षणं चतुर्भुजं शङ्खगदायुधायुधं श्रीवत्सलक्ष्मं गलशोभिकौस्तुभं पीताम्बरं सान्द्रपयोदसौभगं महार्हवैडूर्यकिरीटकुण्डलत्विषा परिष्वक्तसहस्रकुन्तलम् उद्दामकाञ्जङ्गदकङ्गणादिभिर्विरोजमानं वसुदेव ऐक्षता सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द सविस्मयोद्फुल्लविलोचनो हरिं सुतं विलोक्यानकदुन्दुभिस्तदा कृष्णावतारोत्सवसम्भ्रमो स्पृशन् मुदा द्विजेभ्यो युतमाप्लुतो गवाम् अधैनमस्तौदवधार्य पूरुषं परं नताङ्गकृदधिः कृताञ्जलि स्वरोचिषा भारतसूतिका गृहं विरोजयन्तं गतभीप्रभावविल् वसुदेव उवाच विदितोऽसि भवान् साक्षात् पुरुषप्रकृतेः परः केवलानुभवानन्दस्वरूपः सर्वबुद्धिदृक् स एव स्वप्रकृत्येदं सृष्ट्वाग्रे त्रिगुणात्मकं तदनु त्वं ह्यप्रविष्ट इव भाव्यसे यथेमे विकृता भावाः तथा ते विकृतैः सह
നാനാവീര്യാ പൃഥഗ്ഭൂതാ വിരാജം ജനയന്തി സന്നിപത്യ സമുൽപാദ്യ ദൃശ്യന്തേനുഗതാ ഇവ പ്രാഗേവ വിദ്യമാനത്വാന്ന തേഷാമിഹ സംഭവാം. ഏവം ഭവാൻ ബുദ്ധ്യനുമേയലക്ഷണൈർഗ്രാഹ്യൈർഗുണൈः സന്നപി തദ്ഗുണാഗ്രഹാം അനാവൃതത്വാൽ ബഹിരന്തരം ന തേ സർവസ്യ സർവാത്മനാത്മവസ്തുനാം. യ ആത്മനോ ദൃശ്യഗുണേഷു സന്നിധിവ്യവസ്യത്തെ സുവ്യതിരേകതോ ബുധാം വിനാനുവാദം ന ച തന്മനീഷിതം സമ്യക് യതസ്ത്യക്തമുപാദദത് പുമാൻ. തത്വസ്യ ജന്മസ്ഥിതി സംയമാൻ വിഭോ വദന്ത്യനീഹാദഗുണാദവിക്രിയാൽ ത്വയീശ്വരേ ബ്രഹ്മണി നോ വിരുദ്ധ്യത്തെ ത്വദാശ്രയത്വാദുപജല്യത്തെ ഗുണൈഃ. സത്വം ത്രിലോകസ്ഥിതയേ സ്വമായയാ ബിഭർഷ ശുക്ലം ഖലു വർണ്ണമാത്മന സർഗായ രക്തം രജസോപബൃംഹിതം കൃഷ്ണം ച വർണ്ണം തമസാ ജനാത്യയേ. ത്വമസ്യ ലോകസ്യ വിഭോരിരക്ഷിഷുർഗൃഹേവതീർണോऽസി മമാഖിലേശ്വര രാജന്യസംജ്ഞാസുരകോടിയൂഥഭൈർനിർവ്യൂഹ്യമാനാ നിഹനിഷ്യസേ ചമൂ. അയം ത്വസഭ്യസ്തവ ജന്മനൗ ഗൃഹേ ശ്രുത്വാഗ്രജാം സ്തേന്യവധിൽ സുരേശ്വര സതേ അവതാരം പുരുഷൈഃ സമർപ്പിതം ശ്രുത്വാധുനൈവാഭിസരത്യുദായുധാം. ശ്രീശുക ഉവാച അധൈനമാത്മജം വീക്ഷ്യ മഹാപുരുഷലക്ഷണം ദേവകീ തമുപാധാവൽ കംസാൽഭീതാ ശുചിസ്മിതാ. ശ്രീദേവക്യുവാച രൂപം യത്തൽ പ്രാഹുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതിർനിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാൽ വിഷ്ണുരത്യാത്മദീപാം. നഷ്ടേ ലോകേ ദ്വിപരാർദ്ധാവസാനേ മഹാഭൂതേഷ്വാദിഭൂതം ഗതേഷു വ്യക്തേ വ്യക്തം കാലവേഗേന യാതേ ഭവാനേകഃ ശിഷ്യത്തെ ശേഷസംജ്ഞാം. യോയം കാലസ്തസ്യ തേ വ്യക്തബന്ധോ ചേഷ്ടാമാഹുശ്ചേഷ്ടത്തെ യേന വിശ്വം നിമേഷാതിർവത്സരാന്തോ മഹീയാം സ്തം ത്വേഷാനം ക്ഷേമധാമ പ്രപദ്യേ. മർത്യോ മൃത്യുവ്യാളഭീതപലായൻ ലോകാൻ സർവാൻ നിർഭയം നാത്യഗച്ഛൻ ത്വൽപാദാബ്ജം പ്രാപ്യ യദൃച്ഛയാ അദ്യ സ്വസ്ഥശ്ചേതേ മൃത്യുരസ്മാദപൈതി. സത്വം ഘോരാദുഗ്രസേനാത്മജാന്നത്രാഹിത്രസ്താൻ ഭൃത്യവിത്രാസഹാസി രൂപം ചേദം പൗരുഷം ധ്യാനധിഷ്ണ്യം മാ പ്രത്യക്ഷം മാം സദൃശാം കൃഷിഷ്ഠാം. ജന്മത്തെ മയി അസൗ പാപോ മാ വിദ്യാന്മധുസൂദന സമുദ്വിജേ ഭവധേതോ കംസാദഹമധീരധീ. ഉപസംഹര വിശ്വാത്മന്നതോ രൂപമലൗകികം ശംഖചക്രഗദാ പത്മശ്രിയാജുഷ്ടം ചതുർഭുജം. വിശ്വം യദേതൽ സ്വതനോ നിശാന്തേ യഥാവകാശം പുരുഷപരോ ഭവാൻ ബിഭർത്തി സോയം മമ ഗർഭഗോ ഭൂൽ. അഹോ നൃലോകസ്യ വിഡംബനം ഹിതൽ. ശ്രീഭഗവാനുവാച ത്വമേവ പൂർവസർഗേ ഭൂപൃഷ്ണിസ്വയംഭുവേ സതി തദായം സുതപാ നാമ പ്രജാപതിരകൽമഷാം. യുമാം വൈ ബ്രഹ്മണാദിഷ്ടോ പ്രജാസർഗേ യദാ തഥാ സന്നിയമ്യേന്ദ്രിയഗ്രാമം തേ പാധേ പരമം തപാം. വർഷവാതാതപഹിമ കർമ്മകാലഗുണാനനു
സഹമാനൗ ശ്വാസരോധവിനിർധൂതമനോമലൗ ശീർണപർണാനിലാഹാരാവുപശാന്തേന ചേതസാ മത്തകാമാനഭീപ്സന്തോ മദാരാധനമീഹതു ഏവം മാം തപ്യതോസ്തീവ്രം തപ പരമദുഷ്കരം ദിവ്യവർഷസഹസ്രാണി ദ്വാദശേയുർമദ് അൽപനോ തദാ വാം പരിതുഷ്ടോഹം അമുനാ വപുഷാനഖേ തപസാ ശ്രദ്ധയാ നിത്യം ഭക്തിയാ ച ഹൃദി ഭാവിതാം പ്രാദുരാസം വരദരാഡ്യുവയോ കാമദിൽസയാം വ്രയതാം വരയിത്യുക്തേ മാതൃശോ വാം മൃതശ്രുതാം അജുഷ്ടഗ്രാമ്യ വിഷയാവനപത്യൗ ച ദമ്പതി നവവ്രാധേപവർഗം മേ മോഹിതൗ മമ മായയാം ഗതേ മയ്യുവാം ലബ്ധ്വാ വരം മൽസദൃശം സുതം ഗ്രാമ്യാൻ ഭോഗാനഭുഞ്ജാധാം യുവാം പ്രാപ്തമനോരഥൗ അദൃഷ്ട്വാന്യതമം ലോകേ ശീലൗദാര്യഗുണൈः സമം അഹം സുതോ വാമഭവം പൃശ്നിഗർഭൈതി ശ്രുതാം തയോർവാം പുനരേവാഹമദിത്യാമാസ കശ്യപാൽ ഉപേന്ദ്ര ഇതി വിഖ്യാതോ വാമനത്വാച്ച വാമനാം തൃതീയേസ്മിൻ ഭവേഹം വൈ തേനൈവ വപുഷാധവാം ജാതോ ഭൂയസ്തയോരേവ സത്യം മേ വ്യാഹൃതം സതി ഏതൽവാം ദർശിതം രൂപം പ്രാഗ്ജന്മസ്മരണായ മേ നാന്യഥാ മദ്ഭവം ജ്ഞാനം മർത്യലിംഗേന ജായത്തെ യുവാം മാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൃ ചിന്തയന്തൗ കൃതസ്നേഹൗ യാസ്യേധേ മദ്ഗതിം പരാം ശ്രീശുകൗവാചാം ഇത്യുക്ത്വാസീൽ ഹരിസ്തൂഷ്ണീം ഭഗവാനാത്മമായയാ പിത്രോ സംപശ്യതോ സദ്യ ബഭൂവ പ്രാകൃതശിശു തതശ്ച ശൗരിർഭഗവൽ പ്രചോദിതഃ സുതം സമാദായ സസൂതികാഗൃഹാൽ യദാ ബഹിർഗന്തുമിയേഷ തരീഹ്യജാ യാ യോഗമായാ ജനിനന്ദജായയാ തയാ ഹൃത പ്രത്യയ സർവവൃത്തിഷു ദ്വാസ്ഥേഷു പൗരേഷ്വഭിഷായിതേഷ്വഥാം ദ്വാരസ്തു സർവാപിഹിതാ ദുരത്യയാ ബൃഹത്കപാടായ സകീലശൃംഖലയും താ കൃഷ്ണവാഹേ വസുദേവ ആഗതേ സ്വയം വ്യവര്യന്ത യഥാ തമോരവേ വവർഷപർജന്യ ഉപാംശുഗർജിതശേഷോന്വഗാദ്വാരി നിവാരയൻ ഭണയേ മഘോ നിവർഷത്യസകൃദ്യമാനുജാഗംഭീരതോ യൗഖജവോർമിഭേനിലാം ഭയാനകാവർത്തശതാകുലാ നദീ മാർഗം ദദൗ സിന്ധുരിവ ശ്രിയപ്പതേ നന്ദവ്രജം ശൗര്യരുപേത്യ തത്ര താൻ ഗോപാൻ പ്രസുപ്താനുപലഭ്യ നിദ്രയാം സുതം യശോദാശയനേ നിധായ തൽസുതാമുപാദായ പുനർഗൃഹാനഗാൽ ദേവക്യാ ശയനീന്യസ്യ വസുദേവോധദാരികാം പ്രതിമുച്യ പദോർലോഹമാസ്തേ പൂർവവദാമൃതാം യശോദാനന്ദപത്നീ ജാതം പരമബുദ്ധ്യത ന തല്ലിംഗം പരിശ്രാന്ത നിദ്രയാവഗതസ്മൃതി. ശ്രീകൃഷ്ണായ നമഃ. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ കൃഷ്ണജന്മനി തൃതീയോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം
അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി. ഭഗവാന്റെ അക്ഷരസ്വരൂപമായ ശ്രീമദ് ഭാഗവതം, ആ ശ്രീമദ് ഭാഗവതത്തിലെ ഭഗവാന്റെ അവതാര രംഗം, കൃഷ്ണാവതാരം ഉൾക്കൊള്ളുന്ന മൂന്നാമത്തെ അധ്യായം നാം വിചാരം ചെയ്യുകയാണ്. ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് ഭഗവത് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ അവതാര ലീലകളെ വളരെ ചുരുക്കി പറഞ്ഞപ്പോഴാണ് വധവിസ്തരാൽ നൈഷാദി ദുസ്സഹാക്ഷുന്മാം ത്യക്തോദമപി ബാധത്തെ പിബന്ധം ത്വന്മുഖാംഭോജച്യുതം ഹരികഥാമൃതം എന്ന് പറഞ്ഞ് വിശപ്പും ദാഹവും ഇല്ല എന്ന് പറഞ്ഞ ആ പരീക്ഷത്ത് തന്നെ ഭഗവത് കഥകൾ കേൾക്കാനുള്ള വലിയ വിശപ്പോടും ദാഹത്തോടും കൂടി കഥ വിസ്തരിച്ചു പറഞ്ഞു തരാൻ പറയുമ്പോഴാണ് 90 അധ്യായങ്ങളിലൂടെ കൃഷ്ണലീലകളും തുടർന്ന് 31 അധ്യായങ്ങളിലൂടെ ഭഗവാന്റെ വാണികളും ദശമം, ഏകാദശം എന്നിങ്ങനെയുള്ള 2 സ്കന്ധങ്ങളിലൂടെ പറയുന്നത്. ദശമസ്കന്ധത്തിൻ്റെ ആദ്യത്തെ 2 അധ്യായങ്ങളിൽ ഭഗവാന്റെ അവതാരത്തിൻ്റെ ആ പീഠിക വരച്ചു കാണിച്ച ശേഷം ശ്രീശുബ്രഹ്മർഷി പറഞ്ഞു, അഥ സർവഗുണോപേതകാല പരമശോഭന യർഹേ വാചനജന്മർക്ഷം ശാന്തക്ഷഗ്രഹതാരകം. അഥ എന്ന ശബ്ദം മംഗളസൂചകമാണ്. ഇവിടെ പിന്നീട് അനന്തരം അജനജന്മർക്ഷം ബ്രഹ്മാവാകുന്ന ദേവതയോടുകൂടിയ നക്ഷത്രത്തോടും ശാന്തക്ഷഗ്രഹതാരകം ശാന്തങ്ങളായ ഗ്രഹങ്ങളോടും താരകങ്ങളോടും കൂടിയതുമായ ഏറ്റവും പുണ്യം നിറഞ്ഞ ധന്യമാർന്ന രോഹിണി എന്ന നാളിൽ ബ്രഹ്മാവിൻ്റെ ആ ബ്രഹ്മാവാകുന്ന ദേവതയോടുകൂടിയ നക്ഷത്രമാണ് രോഹിണി. അങ്ങനെ എല്ലാം വേണ്ടതുപോലെ ഭഗവാൻ അവതരിച്ചുകൊണ്ട കാലം ശോഭനമായി. കാലം ഭഗവാന്റെ അവതാരത്തിന് ശോഭനമായതല്ല, മറിച്ച് ഭഗവാന്റെ അവതാര സമയത്ത് കാലം ശോഭനമായി എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ശനി എന്നീ നക്ഷത്രങ്ങൾ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ ഇടവലഗ്നം, 11 വ്യാഴം, ചിങ്ങത്തിൽ സൂര്യൻ, തുലാത്തിൽ ശുക്രൻ, വൃശ്ചികത്തിൽ രാഹു, നിശീധ സമയം, അഷ്ടമി തിഥി, ബുധനാഴ്ച, രോഹിണി നാൾ, ഇങ്ങനെ എല്ലാം വേണ്ടതുപോലെയായിരിക്കുന്ന സമയത്ത് ഭഗവാൻ അവതരിച്ചു. ദിക്കുകളൊക്കെ തന്നെ വേണ്ടതുപോലെ പ്രസാദിച്ചു. ആകാശം നിർമ്മലമായി, നക്ഷത്രങ്ങളൊക്കെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കണു. ഭൂമി, ആ ഭൂമിയിലെ പുരങ്ങൾ, പട്ടണങ്ങൾ, ഗോകുലങ്ങൾ, ഗ്രാമങ്ങൾ, സ്വർണ്ണരത്നാദി ഖനികൾ ഇതോടൊക്കെ കൂടി മംഗളകരമായി നിൽക്കുന്ന സന്ദർഭത്തിൽ നദികൾ വർഷകാലത്ത് സാധാരണ കലങ്ങിയാണ് ഒഴുകുക. ഇവിടെ അങ്ങനെയല്ല, നിർമ്മലമായ ജലം. അഗാധ ജലസ്ഥാനങ്ങളിൽ താമരപ്പൂക്കൾ വിടർന്നു നിൽക്കണു. രാത്രി താമര വിരിയാറില്ല, പക്ഷേ പക്ഷികൾ ശബ്ദിക്കാറില്ല. ഇവിടെ അതൊക്കെ ഉണ്ടെന്നാണ്. താമര പോലും കാത്തു നിൽക്കണു,
താമരക്കണ്ണനായിരിക്കുന്ന ഭഗവാനെ സ്വീകരിക്കാൻ. വായു ഏറ്റവും സുഖത്തോടുകൂടി, ഏറ്റവും സുഖമായ സ്പർശവും പുണ്യമായ ഗന്ധവും വഹിച്ചും കൊണ്ട് മെല്ലെ മെല്ലെ വീശിക്കൊണ്ടിരിക്കുന്നു. ബ്രാഹ്മണരുടെ അഗ്നികുണ്ഡങ്ങളിൽ നിന്ന് ആ തീയ് പ്രദക്ഷിണമായി ഉയരുന്നു. അസുരന്മാരുടെ ദ്രോഹം അനുഭവിക്കുന്ന സജ്ജനങ്ങൾ അവരുടെ മനസ്സ് പ്രസന്നങ്ങളായ സമയത്ത് സ്വർഗത്തിൽ ദുന്ദുഭിനാദങ്ങൾ മുഴങ്ങുന്ന സന്ദർഭത്തിൽ കിന്നരന്മാരും ഗന്ധർവന്മാരും പാട്ടുപാടുമ്പോൾ, സിദ്ധന്മാരും ചാരണന്മാരും ഭഗവാനെ സ്തുതിക്കുമ്പോൾ, അപ്സരസുകൾ നൃത്തം വയ്ക്കുമ്പോൾ, ദേവന്മാരും മുനികളും സന്തോഷത്തോടുകൂടി പുഷ്പവൃഷ്ടി ചെയ്യുമ്പോൾ, മേഘങ്ങൾ മെല്ലെ മെല്ലെ ആ സാഗരം തിരമാലയടിക്കുന്നത് പോലെ ഗർജിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതിന് യോജിച്ച തരത്തിൽ അവരുടേതായിട്ടുള്ള ദുന്ദുഭിനാദം മുഴക്കുമ്പോൾ, നിശീധേ തമ ഉദ്ഭൂതേ, അർദ്ധരാത്രി സമയത്ത് അല്ലെങ്കിൽ അസ്തമയം കഴിഞ്ഞ് 16 നാഴിക പൂർത്തിയാകുന്ന ആ പുണ്യ സമയത്ത് ഭഗവാൻ ദാ അവതരിക്കുന്നു. സകല ഗുഹകളിലും വ്യാപിച്ച് പരിപൂർണനായിരിക്കുന്ന വിഷ്ണു ഇന്ദു പ്രാച്യാം ദിശി യഥ, ചന്ദ്രൻ കിഴക്ക് ഭാഗത്ത് ഉദിക്കുന്നത് പോലെ ആവിരാസിയിൽ ഭഗവാൻ ആവിർഭവിച്ചു. കൃഷ്ണ ജന്മാഷ്ടമി എന്നൊക്കെ പറയാറുണ്ട്. ഭഗവാൻ ജനിക്കുകയല്ല, ഭഗവാൻ അവതരിക്കുകയാണ്. ആ പരിപൂർണ ചൈതന്യം വിഷ്ണു സർവഗുഹാശയ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, ആ ഭഗവാൻ അവതരിച്ചു. തമത്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാദ്യുതായുധം, ഭഗവാന്റെ ദിവ്യമായ സ്വരൂപത്തെ അവിടെ പറഞ്ഞു. ഭഗവാൻ അവതരിച്ചപ്പോൾ ആ ദിവ്യമംഗള രൂപം പുരുഷോത്തമൻ എന്ന രീതിയിൽ മഹാവിഷ്ണു എങ്ങനെയാണോ അതേപോലെ അതിമനോഹരമായ താമര കണ്ണുകൾ, 4 കൈകൾ, അതിൽ ശംഖ ചക്രം ഗദാ പത്മം, മാറിടത്തിൽ ശ്രീവത്സം, കണ്ഠത്തിൽ കൗസ്തുഭം, അതേപോലെ തന്നെ അരയിൽ മഞ്ഞപ്പട്ട്, വെള്ളം നിറഞ്ഞിരിക്കുന്ന നീലമേഘം പോലെ മാർദ്ദവമുള്ള ഭഗവാന്റെ നീലനിറം, വിലമതിക്കാൻ കഴിയാത്ത വൈഡൂര്യാദി രത്നങ്ങൾ പതിച്ച കിരീടം, അത്യുത്കൃഷ്ടങ്ങളായ അരഞ്ഞാൺ തോൾവള, അങ്ങനെ ആ ദിവ്യമംഗളമൂർത്തിയെ വസുദേവര് കണ്ടു എന്നാണ്. അങ്ങനെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കുന്ന ഭഗവാന്റെ ദിവ്യമായ സ്വരൂപം തൻ്റെ മുമ്പിൽ കണ്ടപ്പോൾ ആ വസുദേവര് അതിഗംഭീരമായിട്ട് ഭഗവാനെ സ്തുതിച്ചു എന്നാണ്. ബ്രാഹ്മണർക്ക് തൻ്റെ മനസ്സുകൊണ്ട് നിരവധി ദാനങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു. അപ്പോൾ വസുദേവര് ഭഗവാനെ സ്തുതിക്കുകയാണ്. ഈ ലോകം മുഴുവൻ ആരുടെ പ്രകാശം കൊണ്ടാണോ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള അവിടുന്ന് ഇതാ ഇവിടെ വന്നിരിക്കുന്നു. സ്തുതിക്കുമ്പോൾ കാവക്കാർ ഉണർന്നാലോ എന്നുള്ള പേടിയുണ്ട്. അപ്പോൾ ഭഗവാന്റെ അപ്രമേയ ഭാവത്തെ അറിയുന്നതുകൊണ്ട് ഇനി ഒരിക്കലും ഈ സിംഹത്തിൻ്റെ സന്നിധാനത്തിൽ ഇത്തരത്തിലുള്ള നിസ്സാരമായിരിക്കുന്ന മൃഗങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു ധൈര്യത്തോടു കൂടി ഭഗവാനെ സ്തുതിക്കുന്നു. ഭാ എന്ന് പറഞ്ഞാൽ ഭാരത ശബ്ദം, ഭാ ഈശ്വര പ്രകാശം, അതിൽ രമിക്കുന്നവൻ ഭാരതൻ. അപ്പം ഗർഭത്തിൽ വെച്ച് തന്നെ ആ ഭഗവാനെ അറിഞ്ഞ ആളാണ് പരീക്ഷിത്ത്. വസുദേവരുടെ അതിഗംഭീരമായിട്ടുള്ള സ്തുതി അവിടെ പറയുന്നു. ഭഗവാനെ എൻ്റെ നേത്രത്തിന് ഗോചരനായി വന്നിരിക്കുന്നു അവിടുന്ന്. ബുദ്ധി കൊണ്ടും ഒന്നും അറിയാൻ സാധിക്കാത്ത അവിടുന്ന് നിസാരനായ അടിയൻ്റെ മുമ്പിൽ ദാ ദിവ്യമായ സ്വരൂപത്തെ കാണിച്ചു തരുന്നു. ദേവകിയുടെ ജഠരത്തിൽ പ്രവേശിച്ച എന്നെ കുറിച്ച് ഇങ്ങനെ പറയാമോ എന്നാണെങ്കിൽ അവിടുന്ന് ദേവകി ജഠരത്തിൽ എത്തിയത് വെറും ഒരു ലീലയാണ്. ലോകത്തെയൊക്കെ സൃഷ്ടിച്ച് അതിനുള്ളിൽ പ്രവേശിക്കുന്നവന് ദേവകിയുടെ ജഠരത്തിലേക്ക് കടക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അതിഗംഭീരമായിട്ട് ആ വസുദേവര് ഭഗവാനെ സ്തുതിക്കുന്നു. അപ്പോൾ ഇവിടെ വസുദേവർ പറയുകയാണ്, ബുദ്ധി കൊണ്ട് അനുമാനിക്കാൻ യോഗ്യമായും ലക്ഷ്യത്തോടും ഇരിക്കുന്ന ഗുണങ്ങളോട് ചേർന്നിരിക്കുന്നുവെങ്കിലും അങ്ങ് ആ ഗുണങ്ങളുമായി ചേർന്നിട്ടില്ല.
സർവസ്വരൂപനായി സർവാത്മാവായിരിക്കുന്ന പരമാർത്ഥ വസ്തുവായ അങ്ങയ്ക്ക് ഒരിക്കലും മറവില്ലാത്തത് കൊണ്ട് പുറവും അകവും ഇല്ലാത്തവനാണ്. അങ്ങനെയുള്ള അവിടുത്തേക്ക് നമസ്കാരം, അവിടുത്തേക്ക് നമസ്കാരം. ആ വസുദേവരുടെ അതിഗംഭീരമായിട്ടുള്ള ആ സ്തുതി അവിടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു. ഭഗവാന്റെ മഹിമയെയും അതേപോലെ ഭൂത ഭവിഷ്യത് കാര്യങ്ങളെയും ഒക്കെ വസുദേവർക്ക് അറിയാൻ സാധിച്ചു ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്വാമിയുടെ മുമ്പിൽ, തൻ്റെ യജമാനൻ്റെ മുമ്പിൽ ഭൃത്യൻ പറയുന്ന രീതിയിൽ ലൗകിക രീതിയ ഭഗവാനെ സ്തുതിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കംസൻ ഞങ്ങളുടെ രണ്ടുപേരുടെയും അന്തർഭാഗത്ത് നിന്ന് അവിടുന്ന് അവതരിക്കും എന്ന ശരീരി വാക്ക് കേട്ട് അങ്ങയ്ക്ക് മുമ്പ് ജനിച്ച ആ 6 പേരെയും നിഷ്കരുണം അവിടെ കൊന്നു തള്ളി. അപ്പോൾ അവിടുന്ന് അവതരിക്കും എന്നുള്ളത് കൊണ്ടാണ് വാതിൽക്കൽ കാവലായിട്ട് നിർത്തിയിരിക്കുന്ന ഭൃത്യന്മാരുടെ അടുത്ത് നിന്ന് ഇതറിയുന്ന കംസൻ ഇപ്പോൾ വാളുമുയർത്തിക്കൊണ്ട് ഇവിടേക്ക് വരും. അപ്പം ഞാൻ അവിടുത്തെ സേവകൻ മാത്രമാണ്. വേണ്ടത് പ്രവർത്തിക്കുന്ന ഭാരം ആർക്കാണ്? സ്വാമിക്കാണ്, യജമാനനാണ്. ഞാൻ ഈ കഥകളൊക്കെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഭഗവാനെ എന്ന് വസുദേവര് പറയുന്നു. പിന്നീട് ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞു, വസുദേവരുടെ ആ സ്തുതി കഴിഞ്ഞപ്പോൾ ഏനം ആത്മജം വീക്ഷ്യ, തൻ്റെ ഈ പുത്രനെ കണ്ടിട്ട് കംസനിൽ നിന്ന് ഭീതി ഉണ്ടെങ്കിലും ഇപ്പോൾ ആ ഭീതിയൊക്കെ വിട്ടുപോയി. ശുചിസ്മിത, പുഞ്ചിരിച്ചും കൊണ്ട് ദേവകി ഭഗവാനെ സ്തുതിച്ചു. ഭഗവാനെ, അങ്ങയിൽ ഒട്ടും തന്നെ ഭയം എന്നുള്ള ശങ്കയില്ല. ദേഹം, ഇന്ദ്രിയം, ബുദ്ധി ഇതൊക്കെ പ്രകാശിപ്പിച്ച് സ്വയമേവ പ്രകാശിച്ച് എല്ലാത്തിനും ആദികാരണമായി എല്ലാ കാലത്തും എല്ലാത്തിലും നിലനിൽക്കുന്ന അവിടുന്ന്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്തതും ജാതി, ഗുണം, ക്രിയ എന്നീ വിശേഷങ്ങളില്ലാത്തതുമായ പരമാത്മവസ്തു, പരമാനന്ദ സ്വരൂപൻ. അങ്ങനെയുള്ള അവിടുത്തേക്ക് ആരിൽ നിന്നെങ്കിലും ഭയമുണ്ടാവുമോ? ഭയം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അവിടുന്ന് ഭയപ്പെടുന്നവർക്ക് അഭയസ്വരൂപനായിട്ടിരിക്കുന്ന ആളാണ്. പ്രളയകാലത്ത് പോലും നാശമില്ലാത്ത അനശ്വരനായ അച്യുതനായ അവിടുത്തേക്ക് ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലം 2 പരാർത്ഥമാണ്. ആ ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലത്തിൻ്റെ അവധി, ആ കാലത്തിൽ ചരങ്ങളും അചരങ്ങളും അടങ്ങിയ ഈ ലോകം മുഴുവൻ നശിക്കുമെങ്കിലും അവിടുന്ന് മാത്രം അന്നും നിലനിൽക്കുന്നു. നാശം ഭവിക്കുന്ന മഹാപ്രളയത്തിൽ കൂടി നാശമില്ലാതിരിക്കുന്ന അവിടുത്തേക്ക് ഭയം എങ്ങനെയുണ്ടാവും? ആരിൽ നിന്നുണ്ടാവും? കാലവേഗം കൊണ്ട് ലോകം നശിക്കണു. കാലത്തിന് സ്വാതന്ത്ര്യം ഉണ്ടെന്നാണെങ്കിൽ അങ്ങനെയല്ല, കാലവും അങ്ങയുടെ മുമ്പിൽ അസ്വതന്ത്രമായി നിൽക്കണു എന്നാണ്. ഈ ലോകത്തെ സൃജതി അവധി അത്തി, സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് അവിടുന്ന്. ഈശ്വരനായ അങ്ങയ്ക്ക് ശരണം പ്രാപിച്ച എൻ്റെ ഭയത്തെ തീർക്കുക എന്നുള്ളത് ഏറ്റവും എളുപ്പമായ വെറും ഒരു ലീല മാത്രമാണ്. അപ്പം ജനനവും മരണവും ഇങ്ങനെയുള്ള ദുഃഖത്തിൽ അകപ്പെട്ട ജനങ്ങൾ സത്യത്തിൽ മരണമാകുന്ന സർപ്പത്തിൻ്റെ മുഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവിടുന്നാകുന്ന ആത്മാവിൽ തന്നെ ചേരുമ്പോൾ, നിർഭയനായിരുന്ന ആനന്ദം അനുഭവിക്കുമ്പോൾ മൃത്യു പോലും ആ ഭക്തൻ്റെ മുമ്പിൽ തോറ്റുപോണു. അപ്പം നിർഭയസ്ഥാനപ്രാപ്തി അവയെ അങ്ങയെ ശരണം പ്രാപിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ഭഗവാനെ. ഇവിടെ എന്നിൽ അങ്ങയുടെ ജന്മത്തെ ആ പാപി കംസൻ അറിയരുത്. മധുസൂദന വിളിക്കുകയാണ് ഭഗവാനെ. ധീരചിത്തയല്ലാത്ത ഞാൻ, ഒട്ടും തന്നെ ധൈര്യമില്ലാത്ത ഞാൻ അങ്ങയെ ഉദ്ദേശിച്ച് കംസനിൽ നിന്ന് പേടി ഇപ്പോൾ അനുഭവിക്കണം. അതുകൊണ്ട് എന്തു വേണം ഭഗവാനെ? ഉപസംഹര വിശ്വാത്മന്നതോ രൂപമലൗകികം. ഈ അലൗകികമായ ഈ രൂപത്തെ, ലോകത്തിൽ സാധാരണമല്ലാത്തത് അലൗകികം, അങ്ങനെയുള്ള ഈ ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ച ഈ രൂപമുണ്ടല്ലോ 4 തൃക്കൈകളോടുകൂടി, അതിനെ ഉപസംഹര, അതിനെ ഉപസംഹരിക്കൂ, അത് വേണ്ട ഇനി എന്നാണ്.
ഈ രൂപത്തെ എന്തിനാണ് ഉപസംഹരിക്കണത്? ഇങ്ങനെയുള്ളൊരു പുത്രൻ നിനക്കുണ്ടായി എന്ന കീർത്തി ഉണ്ടാവും. കംസനെ ഞാൻ ഹിംസിക്കും, അവനെ ഭയപ്പെടേണ്ട എന്നൊക്കെ ആണെങ്കിലും ഭഗവാനെ, ഈ സൃഷ്ടിയുടെ ആരംഭത്തിൽ ലോകം എവിടുന്നാണ് ഉണ്ടായത്? അപ്പോൾ പ്രളയകാലത്ത് അഖില ബ്രഹ്മാണ്ടവും അങ്ങയുടെ കുക്ഷിയിൽ നിന്ന് ഉണ്ടാവുന്നു. ഇങ്ങനെ ആ സകലതും അവിടുത്തെ കുക്ഷിയിൽ നിന്നുണ്ടാകുന്നു. അങ്ങനെ കുക്ഷിസ്ഥാഖില ലോകനായ അവിടുന്ന് എൻ്റെ കുക്ഷിയിൽ ജാതനായി എന്നത് മനുഷ്യ ലോകത്തിന് ഒട്ടും യോജിച്ചതല്ല. അതുകൊണ്ട് അവിടുന്ന് ഈ രൂപത്തെ ഉപസംഹരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ ദേവകീദേവിയുടെ അടുത്തും വസുദേവരുടെ അടുത്തുമായിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. നിങ്ങൾ ഇതിനു മുമ്പ് പൃഷ്ണിയും സുതപസ്സുമായിരുന്ന കാലഘട്ടത്തിൽ ബ്രഹ്മാവ് നിങ്ങൾ രണ്ടുപേരോടും പ്രജാസൃഷ്ടി ചെയ്യാൻ ആജ്ഞാപിച്ചപ്പോൾ നിങ്ങൾ ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി എന്നെ തപസ് ചെയ്തു. അതിഗംഭീരമായിട്ടുള്ള തപസ്. ആ തപസ് സാധാരണ ശീതവാതാദി ദുസ്സഹ ദുഃഖങ്ങളെപ്പോലും തടുത്തും കൊണ്ട് പ്രാണായാമം കൊണ്ട് രാഗാദി ദോഷങ്ങളെ നശിപ്പിച്ച് നിങ്ങൾ അതിഗംഭീരമായിട്ട് തപസ് ചെയ്തു. ഇലകൾ ഭക്ഷിച്ച്, വെറും വെള്ളം കുടിച്ച്, വായു ഭക്ഷിച്ച്, എന്നിൽ മാത്രം പരിപൂർണമായി സമർപ്പണം ചെയ്ത് നിങ്ങൾ എന്നെ തപസ് ചെയ്തു. അതുകൊണ്ട് ആ അത്ര ഗംഭീരമായി തപസ് ചെയ്ത നിങ്ങൾ എന്നിൽ തന്നെ മനസ്സ് വെച്ചും കൊണ്ട് രണ്ടുപേരും 12,000 ദേവസംവത്സര കാലം തപസ് ചെയ്തു. ദിവ്യവർഷ സഹസ്രാണി ദ്വാദശേയുർ മദാത്മനോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശരീരത്തിന് കഴിഞ്ഞ യുഗങ്ങളിലുണ്ടായ ദോഷങ്ങൾ അതൊന്നും നിങ്ങളെ ബാധിച്ചിട്ടില്ല. അങ്ങനെ രാഗാദിദോഷങ്ങളുള്ള ആളുകൾക്ക് ഇങ്ങനെ തപസ് ചെയ്യാൻ പറ്റില്ല. ഹേ അനഘേ, പാപരഹിതയായിരിക്കുന്ന അമ്മേ ദേവി ദേവകി, ഇങ്ങനെയുള്ള തപസ്സും എന്നിലുള്ള വിശ്വാസവും എന്നിലുള്ള സ്നേഹവും എന്നെ ഹൃദയത്തിൽ ഇത്രയും കാലം ധ്യാനിച്ചതുമൊക്കെ എനിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ ഇതേപോലെ തന്നെ ശംഖുചക്ര ഗദാപത്മങ്ങൾ ധരിച്ചും കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് വരം ചോദിച്ചു. അപ്പോൾ എന്നെപ്പോലുള്ളൊരു പുത്രൻ വേണം എന്നാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത്. വിഷയസുഖങ്ങളെ അനുഭവിക്കാതെ, സന്താനങ്ങളില്ലാതെ നിങ്ങൾ ദേവനായ എൻ്റെ മായ കൊണ്ട് മോഹിച്ച് എന്നിൽ നിന്ന് മോക്ഷത്തെ നേടിയില്ല. മറിച്ച് എന്നെപ്പോലെ ഒരു പുത്രൻ വേണം എന്നാണ് തോന്നിയത്. അപ്പം നിങ്ങൾ പുത്രസ്നേഹത്തിന് കാരണം എന്താ? എൻ്റെ മായയാണ്, അല്ലെങ്കിൽ എൻ്റെ കരുണയാണ്. പുത്രന്മാരെ എങ്ങനെ ലാളിക്കുന്നു ആ തരത്തിൽ എന്നെ ലാളനാദികൾ ചെയ്ത് എന്നോടുകൂടി ഇരുന്ന് എന്നെ തന്നെ എപ്പോഴും കണ്ട് അങ്ങനെ നിങ്ങൾക്ക് എന്നിലുണ്ടായ പരമസ്നേഹസ്വരൂപിണിയായ മായാശക്തിയെ നിങ്ങൾ അധികം ബഹുമാനിച്ചതുകൊണ്ട്, ആ ശക്തി അനുഗ്രഹിച്ചതുകൊണ്ട് പുത്രഭാവത്തെ നിങ്ങൾ പ്രാർത്ഥിച്ചു. അതാണുണ്ടായത്. നിങ്ങൾക്ക് ആ വരം തന്ന് ഞാൻ ഇവിടുന്ന് അന്തർധാനം ചെയ്യുകയും ചെയ്തു. എനിക്ക് തുല്യനായൊരു പുത്രൻ എന്നുള്ളത് സാധിക്കില്ല, അല്ലേ? അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ നിങ്ങളുടെ പുത്രഭാവത്തിൽ അവതരിക്കുകയാണ്. എനിക്ക് തുല്യനായ പുത്രൻ ഉണ്ടാവണമെന്നല്ലേ? സച്ചരിതം, മഹത്വം, കാരുണ്യം, ഇതിലൊന്നും എനിക്ക് തുല്യനായിട്ട് ലോകത്തിൽ ആരും തന്നെയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പുത്രനാവാം എന്ന് തീർച്ചപ്പെടുത്തി. അഹം സുതോ വാമഭവം പൃഷ്ണിഗർഭ ഇതി ശ്രുത. അതുകൊണ്ട് വാം, നിങ്ങൾക്ക് പൃഷ്ണിഗർഭ ഇതി ശ്രുത, പൃഷ്ണിഗർഭൻ എന്ന് പ്രസിദ്ധനായ സുതനായി അഹം അഭവം, ഞാൻ മാറി, ഞാനുണ്ടായി. ദ്വാപരയുഗത്തിൽ ഉണ്ടായിരുന്ന ഭക്തന്മാർ പൃഷ്ണിഗർഭൻ എന്ന രീതിയിൽ എന്നെ ആരാധിച്ചിരുന്നു. പിന്നെയോ അതിനുശേഷം പുനയേവ നിങ്ങൾ കശ്യപനും അതിഥിയുമായപ്പോൾ നിങ്ങളുടെ പുത്രഭാവത്തിൽ ഞാൻ വാമനനായി അവതരിച്ചു. ഉപേന്ദ്ര ഇതി വിഖ്യാത, ദേവേന്ദ്രൻ്റെ സഹോദരൻ എന്നുള്ള അർത്ഥത്തിൽ ഉപേന്ദ്രൻ, ഉയരം കുറഞ്ഞ ശരീരം ധരിച്ചതുകൊണ്ട് വാമനത്വാച്ച വാമന, വാമനൻ എന്നും എനിക്ക് അന്ന് നാമങ്ങളുണ്ടായി. ഇപ്പോഴോ
തൃതീയേസ്മിൻ ഭവേഹം വൈ തേനൈവ വപുഷാധവാം. ഇത് നിങ്ങളുടെ മൂന്നാമത്തെ ജന്മം, എൻ്റെ മൂന്നാമത്തെ അവതാരം. അതിഥികശ്യപന്മാരായ പൃഷ്ണിയും സുതപസ്സുമായ നിങ്ങൾ ഇപ്പോൾ ദേവകീ വസുദേവന്മാരായിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഞാൻ പുത്രനായിട്ട് വരിക മാത്രം പോരാ, നിങ്ങൾ മുജ്ജന്മത്തിൽ കണ്ട ആ സ്വരൂപം തന്നെയാണ് ഇതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. ഈ എൻ്റെ രൂപത്തെ നിങ്ങൾ മുജ്ജന്മസ്മരണയ്ക്കായി ഞാനിങ്ങനെ കാണിച്ചു തന്നു, പ്രാഗ്ജന്മസ്മരണായമേ. അതുകൊണ്ട് പൂർവപുത്രനായി വന്നിട്ടുള്ള ആ ഞാനാണ് എന്ന സ്മരണ ഉണ്ടാവില്ല സാധാരണ മനുഷ്യ ശരീരം സ്വീകരിച്ചാൽ. അതുകൊണ്ടാണ് അന്ന് കണ്ടതുപോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇനി അമ്മയുടെ ആഗ്രഹം പോലെ ഞാൻ അമ്മയുടെ പുത്രഭാവത്തിൽ അമ്മ ആഗ്രഹിക്കുന്ന പോലെ ഒരു ചെറിയ ഉണ്ണിയാവാം. പുത്രഭാവം കൊണ്ടും ബ്രഹ്മഭാവം കൊണ്ടും എപ്പോഴും എന്നെ ചിന്തിക്കുന്ന നിങ്ങൾ അവസാനം എന്നിലേക്ക് തന്നെ എത്തിച്ചേരും. അവിടെ ഒരു ശ്ലോകം, യതി കംസാൽ ബിഭേഷിത്വം തർഹി മാം ഗോകുലം നയാ മന്മായാമാനയാശു ത്വം യശോദ ഗർഭസംഭവാം എന്നൊരു ശ്ലോകം ചില പാഠഭേദങ്ങളിൽ കാണാറുണ്ട്. കംസനിൽ നിങ്ങൾക്ക് ഭയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഗോകുലത്തിലേക്ക് കൊണ്ടാക്കൂ. യശോദയുടെ പുത്രിയായി അവതരിച്ചിരിക്കുന്ന യശോദാ ഗർഭസംഭവാം മന്മായാം, എൻ്റെ മായയെ വേഗത്തിൽ അങ്ങ് ഇങ്ങട് കൊണ്ടുവരികയും ചെയ്യും. ഭഗവാൻ ഇത് പറഞ്ഞ് അവിടുന്ന് അന്തർധാനം ചെയ്യുകയും പകരം ഒരു കുഞ്ഞായി മാറുകയും ചെയ്തു. ശ്രീ ശുബ്രഹ്മർഷി പറയുന്നു, ഇത്യുക്തോസി ധരിസ്തൂഷ്ണിം ഭഗവാൻ ആത്മമായയാ പിത്രോ സംപശ്യതോ സദ്യോ ബഭൂവ പ്രാകൃത ശിശു. ഒരു സാധാരണ ഉണ്ണിയായി ഭഗവാൻ, ഐശ്വര്യപരിപൂർണനായ ഭഗവാൻ, അങ്ങനെ ഒരു സാധാരണ ഉണ്ണിയുടെ രൂപത്തിൽ ശംഖുചക്ര ഗദാപത്മങ്ങളൊക്കെ ധരിച്ച താം അത്ഭുതം ബാലകം എന്നുള്ളത് മാറി ഇപ്പോൾ രണ്ട് തൃക്കൈകൾ, സാധാരണ ഒരു ഉണ്ണി, ഒരു കാർമേഘവർണ്ണൻ. അവിടെ ആ ഭഗവാൻ പിന്നീട് ആസീത്, തൂഷ്ണീം ആസീത്, മിണ്ടാതിരുന്നു എന്നാണ്, ഒരു സാധാരണ ഉണ്ണിയായിട്ട് മാറി. തതശ്ച ശൗര്യർ ഭഗവൽ പ്രചോദിത, ഭഗവാന്റെ ആ നിർദ്ദേശം, പ്രേരണ, അതുകൊണ്ട് ആ ശൗരി നന്ദഗുരുടെ അടുത്തേക്ക് വസുദേവർ യാത്രയാവുകയാണ്. സൂതികാഗ്രഹത്തിൽ നിന്ന് പുറത്തേക്ക് പോവാൻ യഥാ ഈയേഷ, എപ്പോഴാണോ ആഗ്രഹിച്ചത് ആ സമയത്ത് യാ യോഗമായ, ജനനരഹിതയായ ആ യോഗമായ ദേവി അവിടെ നന്ദഗോപരുടെ ഗൃഹത്തിൽ യശോദാപുത്രിയായി നന്ദജായയ, നന്ദഭാര്യ വഴി ജനിച്ചു എന്നും പറയുന്നു. ഇങ്ങനെ ഉണ്ണിയെടുത്ത് പുറത്തേക്ക് കിടക്കുന്ന വസുദേവര് അവിടെ യോഗമായ ഉണർന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ യോഗമായ തൻ്റെ ശക്തി കൊണ്ട് കാവക്കാരെ മുഴുവൻ ഉറക്കി. വാതായനങ്ങൾ, കനത്ത ആ വാതിലുകളൊക്കെ താനെ തുറന്നു. എല്ലാവരും ഉറക്കത്തിലാണ്. വസുദേവരെയും ദേവകയെയും ബന്ധിച്ച മുറിയിലെ വാതിലുകളൊക്കെ താനെ തുറക്കപ്പെട്ടു. സൂര്യൻ്റെ മുമ്പ് ഇരുട്ടിന് നിൽക്കാൻ സാധിക്കില്ല. ഇതേപോലെ ആ സർവതന്ത്ര സ്വതന്ത്രനായ ഭഗവാനെ ആർക്കും കെട്ടിയിടാനോ പൂട്ടിയിടാനോ സാധിക്കില്ല. അങ്ങനെ വസുദേവർ ജനസഞ്ചാരം വീതിയിൽ ഉണ്ടാകാതിരിക്കത്തക്ക വിധം ചെറിയ ഇടിയും മഴയും, അപ്പോൾ ആരും പുറത്തേക്ക് ഇറങ്ങില്ല. രാത്രി സമയം ആദിശേഷൻ തൻ്റെ ഭണങ്ങൾ ഉയർത്തി കുടയാക്കി ആ ശ്രീകൃഷ്ണന് വഴിയൊരുക്കി എന്നാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ മാറിടത്തിൽ ആ നീലരത്നത്തെ മാറോട് ചേർത്ത് അവിടുന്ന് വസുദേവർ യാത്രയാവുന്നു. ഈ സമയത്തോ വസുദേവനെ മറ്റാരും കാണരുത് എന്ന് വിചാരിച്ച് മഴ പെയ്യിക്കുമ്പോൾ വെള്ളം ഒഴുകുന്നത് കൊണ്ട് തിരമാലകൾ ആ കാളിന്തിയിൽ ഉണ്ടായി യമുനാ നദിയുടെ തീരത്തേക്ക് എത്തി. അപ്പോൾ മാർഗം ദദൗ സിന്ധുരിവ ശ്രീയപ്പതേ എന്നാണ്. യമാനുജ, യമുന എന്ന നദി ലക്ഷ്മി ഭഗവതിയുടെ ഭർത്താവിന് സമുദ്രം എന്നതുപോലെ മാർഗത്തെ നൽകി എന്നാണ്.
സമുദ്രം ശ്രീരാമചന്ദ്രസ്വാമിയുടെ ആ ഘോരമായ നേത്രാഗ്നിയുടെ മുമ്പിൽ ചുട്ടു ചാമ്പലാവും എന്ന് വിചാരിച്ചിരുന്നു. സമുദ്രം വഴിമാറിക്കൊടുത്തു. രാമസേതു അവിടെ നിർമ്മിക്കപ്പെട്ടു. ഇതേപോലെ യമുനയിലെ ജലവും വസുദേവരുടെ കാല് കഴുകാൻ പാകത്തിന് മാത്രം അത്രയും ചെറുതായി മാറി എന്നാണ്. സംസാര സമുദ്രം തന്നെ ശ്രീകൃഷ്ണ സാക്ഷാത്കാരത്തിൽ ഇല്ലാതെയാവും. അപ്പോൾ പിന്നെ കേവലം ഒരു കാളിന്തിക്ക് വെള്ളം കുറയുന്നതിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടോ എന്നാണ്. അങ്ങനെ നന്ദവ്രജം ശൗരിരുപേത്യ തത്ര താൻ ഗോപാൻ പ്രസുപ്താനുപലഭ്യ നിദ്രയാ. നന്ദഗോകുലത്തിൽ ചെന്നപ്പോഴോ അവിടെയും എല്ലാവരെയും ആ അമ്മ ഉറക്കിക്കഴിഞ്ഞു. തൻ്റെ കയ്യിലുള്ള ആ നീലരത്നത്തെ അവിടെ കിടത്തി. അതിനുശേഷം ആ സിതമണിവർണ്ണയായ ഭഗവതിയെ കയ്യിൽ ഇങ്ങോട്ടെടുത്തു. ദേവകിയുടെ ആ അടുത്തേക്ക് തിരിച്ചു പോരുകയാണ്. വസുദേവര് ആ പെൺകുട്ടിയെ ദേവകിയുടെ അടുത്ത് കിടത്തി. കാലുകളിൽ ചങ്ങല ബന്ധിച്ചു. വാതിലുകളൊക്കെ അടയുകയും ചെയ്തു. ഒക്കെ പഴയ പോലെ. അവിടെ യശോദ കുട്ടിയുണ്ടായി എന്ന് മാത്രമേ അറിഞ്ഞുള്ളൂ. ന ജാതം പരമബുദ്ധ്യത എന്നാണ്. ജാതം പരം അബുദ്ധ്യത അറിഞ്ഞു. പക്ഷേ അപഗതസ്മൃതിം തല്ലിംഗം ന ബുദ്ധ്യത. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത് മാത്രം യശോദാമ്മ അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് 53 ശ്ലോകങ്ങളോടുകൂടി, അല്ലെങ്കിൽ ആ പാഠാന്തരത്തിൽ പക്ഷഭേദത്തിൽ കാണുന്ന ഒരു ശ്ലോകം കഴിച്ചാണെങ്കിൽ 52 ശ്ലോകങ്ങളുള്ള ഈ ദശമസ്കന്ധത്തിലെ ഈ ഭാഗം 3-ാമത്തെ അധ്യായം ഇവിടെ സമർപ്പിക്കുന്നത്. എല്ലാവരെയും പൊന്നുഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.